ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ 3rd ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓൾജിബ്രേക്ക് ഫോം കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതായത് നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ ചെയ്തത്. ഇനി ഇതിൽ വരുന്ന വേറൊരു പോയിൻ്റാണ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അത് തന്നു കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് സീക്വൻസ് എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ മെയിനായിട്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല, അതിലെ 100 ടേംസിൻ്റെ സമ്മ് എത്രയായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് 10 ടേംസിൻ്റെ സമ്മ് എത്രയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്കത് എങ്ങനെ കാണാം. അതിൻ്റെ ഓൾജിബ്രേക്ക് ഫോം, കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ ഓൾജിബ്രേക്ക് ഫോം നമുക്ക് ഫോം ചെയ്തിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിനുള്ള ഒരു പ്രൊസീജിയറാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കാണുന്നുണ്ട് അല്ലേ? ഒരു ഡോട്ടുകളൊക്കെ വെച്ചിട്ട് നമ്മളോട് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു റെക്റ്റാങ്കിളിലെ എത്ര ഡോട്ട്സ് ഉണ്ട് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൗണ്ട് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എങ്ങനെ? നമ്മൾ ആദ്യം അതിൽ എത്ര റോ ഉണ്ട് എന്നൊന്ന് കൗണ്ട് ചെയ്തു. അപ്പോൾ റോ നോക്കിയപ്പോൾ അതിൽ 10 റോസ് ഉണ്ട്. കണ്ടോ? 10 റോസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓരോ റോയിൽ എത്ര ഡോട്ട് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തു. അപ്പോൾ ഒരു റോയിൽ 11 ഡോട്ട്സ് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ 10 റോസ് ആണ്, ഒരു റോയിൽ 11 ഡോട്ട്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 10 × 11 ടോട്ടൽ 110 ഡോട്ട്സ് ഈ ഒരു പിക്ചറിൽ, ഈ ഒരു റെക്റ്റാങ്കിളിൽ ഉണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാനായിട്ട് പറ്റി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ രണ്ടാമത്തെ ഒരു പിക്ചർ നോക്കിയേ. ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കൊരു ഡോട്ട് തന്നിരിക്കണം. ഇവിടെ നമുക്ക് ഈ സെയിം മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമുക്ക് റോ വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം, പക്ഷെ ഓരോ റോയിലും ഈക്വൽ നമ്പർ ഓഫ് ഡോട്ട്സ് അല്ല അവിടെ വന്നിരിക്കുന്നത് അല്ലേ? ആദ്യത്തേൽ 1 ആണെങ്കിൽ രണ്ടാമത്തേൽ 2, പിന്നെ 3, അങ്ങനെ 10 ഡോട്ട്സ് വരെ വന്നിട്ടുണ്ട്. അതായത് 1 + 2 + 3 + 4 അങ്ങനെ 10 വരെ. അപ്പോൾ ജസ്റ്റ് ചെറിയ നമ്പർ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തപ്പോൾ 55 എന്ന് കിട്ടി. അതല്ലാതെ ഇങ്ങനെ കൗണ്ട് ചെയ്യാതെ ഇതുപോലെ ഒരു ഇത് കണ്ടുപിടിച്ച പോലെ വല്ല ഈസി മെത്തേഡ് നമുക്ക് ഇതിന് കാണാനായിട്ട് പറ്റുമോ? അപ്പോൾ അതിന് വേണ്ടി ഇതേപോലത്തെ തന്നെ വേറൊരു ട്രയാങ്കിൾ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കളറിൽ അവർ തന്നിട്ടുണ്ട്. കണ്ടോ? ഒന്ന് റെഡും ഒന്ന് ഗ്രീനും. എന്നിട്ട് ആ ഗ്രീൻ ട്രയാങ്കിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? കണ്ടോ? ഇതേപോലെ ആ റെഡിൻ്റെ മുകളിലെ അപ്സൈഡ് ഡൗൺ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു റെക്റ്റാങ്കിൾ കിട്ടി. ഇനി നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പോലെ തന്നെ റോസ് കൗണ്ട് ചെയ്തു. അപ്പോൾ 10 റോസ് ഉണ്ട്. ഓരോ റോയിലും എത്ര ഡോട്ടാണെന്ന് കൗണ്ട് ചെയ്തു. അപ്പോൾ 11 ഡോട്ട്സ് ആണെന്ന് കിട്ടി. അപ്പോൾ 10 × 11 ടോട്ടൽ 110 ഡോട്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ കാണണ്ടേ, ഫുള്ള് റെക്റ്റാങ്കിളിൻ്റെ വേണ്ട. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് കറക്റ്റ് ഇതിൻ്റെ ഹാഫ് ആണ് അല്ലേ? അപ്പോൾ 110 / ഹാഫ്, അതിൻ്റെ ഹാഫ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 55 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എത്രയുണ്ട്? 55. അതുപോലെ ഈ ഗ്രീൻ ട്രയാങ്കിളിൽ 55. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1 + 2 + 3 ആദ്യത്തെ, രണ്ടാമത്തെ നമ്മൾ തിരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ 10 + 9 അങ്ങനെ എടുത്തു. അങ്ങനെ 2 എടുത്തു. നമ്മൾ S എന്ന് എഴുതി. കണ്ടോ? ഇത് ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ സമ്മാണ്. 1 + 2 അങ്ങനെ. രണ്ടാമത്തേത് നമ്മൾ അതർ ഡയറക്ഷനിൽ എഴുതണം 10 ഇനി ഇതിലത്തെ ആദ്യത്തെയും നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ S + S ഇത് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യണേ. S + S 2S അല്ലേ? 1 + 10 എന്ത് വരും? 11. രണ്ടാമത്തെ ടേം നോക്കിയേ, 2 + 9 അതും 11. അങ്ങനെ ഓരോ കറസ്പോണ്ടിങ് ടേമുകൾ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോയി. അപ്പോൾ എല്ലാം 11 കിട്ടി. ഇങ്ങനെ എത്ര പ്രാവശ്യം ഇവിടെ 11 ഉണ്ട്? 10 വരണേ അല്ലേ? 10 × 11 വരുന്നുണ്ട്. അപ്പോൾ എന്താണത്? അതിൻ്റെ സം എന്ന് പറയുന്നത് 110. അപ്പോൾ 2S = ആണ് ഇവിടെ എന്ത് കിട്ടിയത്? 2S = 110. അപ്പോൾ നമുക്ക് S = എന്ത് കിട്ടും? 110 / 2 അതായത് 55. ഇപ്പോൾ നമ്മൾ ചെയ്തത് അവരൊന്ന് തിയറിറ്റിക്കലായിട്ട് എഴുതി കാണിച്ചു എന്ന് മാത്രം. നമ്മളിങ്ങനെ 2 ഇതായിട്ട് എഴുതിയിട്ട് കറസ്പോണ്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഴുതിയിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഹാഫ് എടുത്തു. കണ്ടോ? അതുപോലെ. കാരണം ഇങ്ങനെ എഴുതാൻ കാരണം ഇതേപോലെയാണ് നമ്മൾ ഇനി ഓരോന്നും കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം അല്ലേ? എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? 1 2 3 4 5 6 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ്. അപ്പോൾ നോർമലി എന്താണ്? 1 + 2 + 3 അങ്ങനെ പോയിട്ട് 100 വരെ. അപ്പോൾ നമ്മളിത് ഓരോന്ന് ആഡ് ചെയ്യണം.
ഇപ്പം നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ് എന്താണ്? ട്രയാങ്കിളിൻ്റെ കാണാൻ വേണ്ടിയിട്ട് അതേപോലത്തെ ഒരു ട്രയാങ്കിൾ എടുത്ത് അതിൻ്റെ അപ്സൈഡ് ഡൗൺ ആയിട്ട് വെച്ച പോലെ സെയിം ഇത് തന്നെ ഈ നാച്ചുറൽ നമ്പർ നമ്മൾ അതർ ഡയറക്ഷനിലും എടുത്തു. അതായത് 100 + 99 + 98 എന്ന് പറഞ്ഞിട്ട് 1 വരെ സെയിം അത് തന്നെ. എന്നിട്ട് നമ്മളിത് രണ്ടും ഇതുപോലെ ആഡ് ചെയ്തു. അപ്പോൾ S + S 2S ആദ്യത്തെ ഫസ്റ്റ് ടേം എടുത്തു 1ഉം 100ഉം. അപ്പോൾ അതിൻ്റെ സം എടുത്തപ്പോൾ 101. ഇനി സെക്കൻഡ് ടേം എടുത്തു 2ഉം 99ഉം, അപ്പോഴും 101. അങ്ങനെ എല്ലാതും നമ്മൾ കറസ്പോണ്ടിങ് ടേം എടുത്ത് ആഡ് ചെയ്യുമ്പോൾ എല്ലാം 101 വരിക. എത്ര ടൈംസ് ഉണ്ട് അവിടെ? നമ്മൾ 100 ടേംസ് എടുത്തിരിക്കണം. അപ്പോൾ 100 ടൈംസ് ഇങ്ങനെ നമുക്ക് സമ്മ് 101 കിട്ടി. അപ്പോൾ അതെന്താണ്? അതിൻ്റെ 100 × 101. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് പക്ഷേ ഇത് രണ്ടും വേണ്ട, നമുക്ക് 1 to 100 മതി. അപ്പോൾ നമ്മളത് എന്തെടുത്തു? അതിൻ്റെ ഹാഫ് എടുത്തു. കണ്ട S = ½ × 100 × 101. അപ്പോൾ നമുക്ക് 5050 എന്ന് കിട്ടി. അപ്പോൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ളതിൽ നമ്മൾ ആ ഒരു മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ജനറലായിട്ട് എന്ത് പറയാം? ഇപ്പോൾ 100ന് പകരം ഇതുപോലെ 1 to 50 അല്ലെങ്കിൽ 1 to 1000 അങ്ങനെ എന്ത് ചോദിച്ചാലും ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അത് എത്രയാണ്? ഇപ്പോൾ 1 to 50 ആണെങ്കിൽ 1 + 2 + 3 + 50 വരെ എഴുതി. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 50 + 49 + 48 അങ്ങനെ എഴുതിയിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ടേം ഇതുപോലെ ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കുക. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു നാച്ചുറൽ നമ്പറും കോൺസിക്യൂട്ടീവ് ആയിരിക്കും. അപ്പോൾ 1 + 3 + 5 എന്ന് പറയുമ്പോൾ ഈ ഒരു മെത്തേഡല്ല നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ദ സം ഓഫ് എനി നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ്, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളതായിരിക്കണം, നാച്ചുറൽ നമ്പർ ആയിരിക്കണം. പിന്നെ ഒരു പ്രത്യേകത എന്താണ്? സ്റ്റാർട്ടിങ് ഫ്രം 1. ഇപ്പോൾ ഈ സെയിം നാച്ചുറൽ നമ്പർ തന്നെ ഇപ്പോൾ നമുക്ക് 5 + 6 + 7 + 100 വരെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡല്ല യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവിടെ നമുക്ക് 100 നമ്പർ വരില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതാണ് നാച്ചുറൽ നമ്പർ. അപ്പോൾ 1 2 3 4 കണ്ടിന്യൂസ് ആയിട്ട് വരും. കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ആണ് സമ്മ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ലാസ്റ്റ് നമ്പർ. ഇപ്പോൾ ഇവിടെ 100 എന്ന് പറയുന്നത് എന്താണ്? കണ്ടോ 1 + 2 + etc. + 100 വരെ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ടേം എന്തായിരുന്നു? 100. പിന്നെ 101 എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ തൊട്ടടുത്ത ടേം, ലാസ്റ്റ് ടേമിൻ്റെ നെക്സ്റ്റ് ടേം. അപ്പോൾ ലാസ്റ്റ് ടേമും അതിൻ്റെ നെക്സ്റ്റ് ടേമും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ പ്രോഡക്റ്റ് കാണുക, അതിൻ്റെ ഹാഫാണ് നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലാസ്റ്റ് നമ്പർ ആൻഡ് ദ നെക്സ്റ്റ് നമ്പർ. അങ്ങനെയാണ് നമുക്ക് ജനറലായിട്ട്. ഇപ്പോൾ 1 to 50 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 to 50 എന്ന് പറയുമ്പോൾ 50 ആണ് ലാസ്റ്റ് നമ്പർ വരിക. അതിൻ്റെ നെക്സ്റ്റ് നമ്പർ 51, അതിൻ്റെ ÷ 2 അല്ലെങ്കിൽ 1/2. കണ്ട? അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓൾജിബ്രൈക് ഫോർമാറ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ 1 + 2 + ഇപ്പോൾ n വരെ. അപ്പോൾ ജനറൽ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ n വരികയാണെങ്കിൽ എന്ത് വരും? ലാസ്റ്റ് ടേം n ആണ് അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടേം n + 1 വരിക. അതിൻ്റെ ഹാഫ് അതായത് 1/2. അപ്പോൾ ഇതാണ് ജനറലായിട്ട് n വരെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ സം സ്റ്റാർട്ടിങ് ഫ്രം 1. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 1 ആണ്. n വരെയുള്ള ടേമിൻ്റെ സമ്മ് കാണണമെങ്കിൽ ½ × n × n + 1. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി നമ്മുടെ ഇതിലേക്ക് വരികയാണ്. ഇനി നമ്മൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് വന്നു. ഇതിപ്പോൾ നമ്മുടെ നാച്ചുറൽ നമ്പർ ആണ് കേട്ടോ. അപ്പോൾ നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം 1 ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫോർമുല ½ × n × n + 1. ഇനി നമുക്ക് വേണ്ടത് പക്ഷേ ഈ ചാപ്റ്ററിൽ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം ഇതുപോലെ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസ് ഇതുപോലെ 1-ലല്ല സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ 1 കഴിഞ്ഞാൽ 2 3 4 അങ്ങനെ കണ്ടിന്യൂസ് അല്ല. അതിനൊരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോവുക, സബ്ട്രാക്ട് പോവുകയാണ് അല്ലേ? അപ്പം നമുക്ക് വേറൊരു ഫോർമാറ്റ് വരിക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് അടുത്ത വീഡിയോയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിനി അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഒരു നമുക്ക് ഇതുപോലൊരു ഫോം നമുക്ക് ഫോം ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും കാണണേ. താങ്ക്